എല്ലാവരും നെഗറ്റീവിൽ നോക്കി, എല്ലാ റീൽസിലൊക്കെ നല്ല നെഗറ്റീവിനും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നെഗറ്റീവ് വരാനുള്ള റീസൺ. പിന്നെ അവിടെ വന്നിട്ട് ഇവിടെ ഒരു ക്ലാസ്സും കൂടി കേട്ട് മനസ്സിലായി എന്തുകൊണ്ടാണ് ലോസ് വരാനുള്ള റീസൺ. മെയിനായിട്ട് ആരും ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കൂല, യൂട്യൂബ് ക്ലാസ് ഇട്ട് പഠിക്കൂ, അങ്ങനെയൊക്കെ അവർക്ക് മെയിനായിട്ട് ലോസ് വരുന്നത്. അപ്പോൾ പഠിച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി പഠിച്ചെങ്കിൽ മനസ്സിലാകും കറക്റ്റ്. താല്പര്യമുള്ളവർക്ക് കയറാം, അതെനിക്ക് പറയാനുള്ളൂ. കാരണം റിസ്ക് ഒക്കെ ഏറ്റെടുക്കുക, താല്പര്യമുള്ളവർ മാത്രം കയറാം. എൻ്റെ പേര് മുഹമ്മദ് ഷാഹിൽ. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. കുറേ കാലം ട്രേഡിങ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്, പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് ഇങ്ങനെ എത്തിപ്പെട്ടു ഇവിടെ. ട്രേഡിങ് ഞാൻ മെയിനായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ട്രേഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച പോലും പറഞ്ഞത് ഫസ്റ്റ് ട്രേഡിങ് നോക്കിക്കോ, അഥവാ മറ്റേ ബിസിനസ് നോക്കിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടായി പോകും, ആ റൂട്ടായി പോകും. പിന്നെ ട്രേഡിങ്ങിലേക്ക് വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സൈഡായിട്ട് നമുക്ക് ട്രേഡിങ് ചെയ്തുകൂടെ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ട്രേഡിങ് ഫസ്റ്റ് നോക്കിയത്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ 2 മാസമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ആദ്യം താല്പര്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ കാണിക്കുന്നത് ആദ്യം താല്പര്യമുള്ളതാണ്. ഫോറക്സിൽ ഒന്നും മെയിനായിട്ട് നല്ല വോളിയം കൂടുതലാണ്, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഫീൽഡാണ് ഫോറക്സ് ഇന്ത്യ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ പിന്നെ അവിടുത്തെ മെൻറ്റേഴ്സ് എല്ലാവരും പറഞ്ഞു തന്ന് ഫോറക്സ് ഒന്നും കൂടിയും നല്ലത് പറഞ്ഞപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത്. അല്ലാതെ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ആദ്യം സ്റ്റാർട്ടിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെ പഠിച്ചത്. മില്യൺ ഡോട്ട്സിലെത്തി മെയിനായിട്ട് ഞാൻ റിവ്യൂസൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഇവിടുത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കയറിയപ്പോൾ സ്റ്റാർട്ടിങ് ഒന്നും അറിയാത്ത ഒരാൾ വരുമ്പോൾ നമുക്ക് ഒന്നും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ പിന്നെ ഇപ്പോൾ മെയിനായിട്ട് വേണ്ടിയ സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾ അന്നന്ന് പഠിക്കുന്ന സാധനം വീട്ടിൽ പോയി ചെയ്താൽ നമ്മൾ മനസ്സിലാവുള്ളൂ. അതെനിക്ക് മനസ്സിലായത്. എനിക്ക് സ്റ്റാർട്ടിങ് ഒന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കുറേ ചെയ്ത് എന്നിട്ടും മനസ്സിലായിട്ടില്ല. പിന്നെ ചെയ്ത് ഡൗട്ട് ഉണ്ട്, സാറിനെ ചോദിക്കും മിസ്റ്റേക്കുള്ള. അപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം കുറേ ചെയ്ത് നോക്കി, പക്ഷേ 2-3 ലൂസ് ഇതൊക്കെയാണ്. ഞാൻ അപ്പോൾ ഇന്ന് 2 ഡെമോ എടുത്ത് നോക്കി, 2 പ്രോഫിറ്റ് അടിച്ചത്. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. ഇനി റിയലായിട്ട് മണി ഇടുമ്പോഴാണ് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഇതൊരു സ്റ്റാർട്ടിങ് അതിനോട് ഒരു സൈഡ് ബൈ സൈഡ് നോക്കിയാൽ മതി. മെയിനായിട്ട് നമുക്കൊരു ജോബ് മസ്റ്റായിട്ട് വേണം. ജോബ് മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇല്ലേ, ജോബ് ഇല്ലാതെ ട്രേഡിങ് മാത്രം നോക്കിയെന്നില്ല, നമ്മൾ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഇല്ലേ അത് ലോസ് വരുമ്പോൾ വലിയൊരു ഇമോഷനിലേക്ക് പോകും. പക്ഷെ നമ്മൾ ജോബ് സെറ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം ഇൻകം ഉണ്ടെങ്കിൽ ഒരു ട്രേഡിങ്ങിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് കയറാം, അതെനിക്ക് പറയാനുള്ളൂ. കാരണം റിസ്ക് ഒക്കെ ഏറ്റെടുക്കുക, താല്പര്യമുള്ളവർ മാത്രം കയറാം. എൻ്റെ വീട്ടിൽ സത്യം പറയാൻ വീട്ടിൽ ആർക്കും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ സ്വന്തം പൈസ പഠിക്കാൻ. ഇപ്പോഴും വിചാരിച്ച് ഞാൻ വേറെ കോഴ്സിനാണ് പോകണമെന്നല്ല സംഭവം. ആർക്കും അറിയില്ല പഠിക്കുന്ന കമ്പനിക്കാർക്കും വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഒരു കോഴ്സിന് പോകണമെന്ന് അറിയാം. ഞാൻ ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അത് പഠിച്ച് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങിലേക്ക് വരാമെന്ന് എൻ്റെ പ്ലാനിങ്. പക്ഷേ ഞാൻ ഇവിടെ അത്യാവശ്യം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞത് അതാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ റൂട്ടിലേക്ക് പോകും. പിന്നെ ഇങ്ങോട്ട് വരാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം ട്രേഡിങ് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ എന്താ ജോബ് കിട്ടിയെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സൈഡായിട്ട് നോക്കില്ലല്ലോ.